കുറച്ച് നാളുകൾക്ക് മുൻപ് പലയിടത്തും വന്ന വാർത്തയിലൊന്നായിരുന്നു ഹൻസിക, അതായത് കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മകൾ ആശുപത്രിയിലാണ് എന്നൊരു വാർത്ത. ജനുവരിയിലും അത്രയിലത്തെ ആശുപത്രിയിലാണ് എന്നും അതുപോലെ ചെന്നൈയിലേക്കാണ് അവർ യാത്ര പോകുന്നതെന്നൊക്കെ വാർത്ത നിരവധി ഉണ്ടായിരുന്നു. ഹൻസികയുടെ പഴയ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് അത്തരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ആശുപത്രിയിലാണ് ശരിക്കുമെന്നും വേഗം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമെന്നുമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ചാരിറ്റി പണിതു കൊടുത്ത വീടിൻ്റെ ഭാഗമായി എത്തിയ ദിയയോട് ഹൻസിക എവിടെയാണ് എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൻസിക യാത്ര കഴിഞ്ഞ് വന്ന് തിരക്കിലാണ്, അവൾക്ക് വയ്യ, അതാണ് അവൾ വരാത്തത്. ഇത് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൻസികയ്ക്ക് ഇത്ര തീരെ വയ്യ എന്നും ആശുപത്രിയിലാണ് എന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇപ്പോൾ തനിക്ക് ഒട്ടുമേ വയ്യ എന്നും പക്ഷെ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ടാണ് കണ്ടന്റുകളൊന്നും ഇടാത്തതെന്നും ഹൻസിക തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അക്കൗണ്ട് വഴി പറയുന്നുണ്ട്. എല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഹൻസികയ്ക്ക് പറ്റിയതെന്ന് എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഹൻസികയുടെ വാർത്തകൾ കേൾക്കുന്നത്. ഹൻസിക വീണ്ടും ആശുപത്രിയിലായപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാണ് ഉണ്ടായത്. വളരെ ചെറുതിലെ തന്നെ അസുഖങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്നൊരു കുട്ടിയാണ് ഹൻസിക എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുമാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ കുട്ടിയാകുമ്പോൾ തന്നെ അതിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും. എന്നാൽ ഹൻസികയ്ക്ക് അതിൽ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതലായിരുന്നു. അത്തരത്തിലൊരു ജീവിതമായിരുന്നു ഹൻസികയ്ക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുറച്ചു കാലം, ഒരു പ്രായം എത്തുന്നതുവരെയും ഹൻസികയ്ക്ക് ആശുപത്രിയിൽ നിന്നും മാറാനുള്ള സമയമുണ്ടായിരുന്നില്ല. ഭൂരിഭാഗം സമയത്തും ഹൻസിക ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഹൻസികയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് എല്ലാവരും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവളോടൊരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. അവൾ വന്നതിന് ശേഷമാണ് അത്തരത്തിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ അവളുടെ സ്നേഹം എല്ലാവരും പ്രകടിപ്പിക്കാറുണ്ട്. അവൾ ആ വീട്ടിലെ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഹൻസികയോടുള്ള സ്നേഹം എല്ലാവരും അങ്ങനെ കാണിക്കാറുള്ളത്. ഹൻസിക എപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് വളരെയധികം നന്നായി മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ്. എപ്പോഴും എല്ലാവരുമായി വളരെയധികം കൂട്ടുള്ളൊരു വ്യക്തിയാണ്. കൃഷ്ണകുമാറും സിന്ധുവുമായി തന്നെ പിണക്കങ്ങൾ ഉണ്ടായാൽ ഹൻസികയാണ് അത് മാറ്റിക്കൊടുക്കുന്നത്. ഹൻസിക അത് അപ്പോൾ തന്നെ മറവിയിലേക്ക് എത്തിക്കും. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ ഹൻസിക വളരെ പെട്ടെന്ന് മാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ അത്രയും തരംഗമായി നിൽക്കുന്ന ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഹൻസികയെക്കുറിച്ച് തന്നെയാണ്. ഹൻസികയുടെ വാർത്തകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഹൻസികയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പലരും അത്തരത്തിൽ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാറുള്ളതും. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോഴും ആരാധകർ ഏറ്റെടുക്കുന്ന ഇത്തരത്തിലെ വാർത്തകൾക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെ എല്ലാവരും നൽകാറുണ്ട് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരെല്ലാവരും വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൻസികയുടെ വാർത്തകൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴത്തെ ഹൻസിക ആശുപത്രിയിലാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും വേഗം സുഖം പ്രാപിച്ചു വരാൻ മാത്രമാണ് മെസ്സേജുകൾ അയക്കുന്നത്. ഹൻസിക അത്തരത്തിൽ സ്റ്റോറി പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എത്തുന്നതെന്ന് പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.